ശബരിമലയിലെ സ്വർണ്ണപ്പാളി മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസ് കേരളത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയും ക്ഷേത്രഭരണത്തിലെ സുതാര്യതയും ചോദ്യം ചെയ്യുന്ന നിർണായകമായ ഘട്ടത്തിലാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിനും CPM-നുമെതിരെ നടത്തിയ ശക്തമായ ഫേസ്ബുക്ക് വിമർശനം രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂട് പകർന്നു. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നുവന്ന ഗുരുതരമായ വ്യക്തിപരമായ വിവാദങ്ങൾ പൊതുരംഗത്തെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ പ്രതിരോധത്തിലാക്കി. ഈ രണ്ട് വിഷയങ്ങളും പരസ്പരം ബന്ധമില്ലെങ്കിൽ പോലും ഒരേ സമയത്ത് ഉയർന്നു വന്നത് രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പുകൾക്ക് ഉദാഹരണമായി മാറുകയാണ്. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ വാതിലുകളുടെ നവീകരണത്തിന്റെ മറവിൽ നടന്ന ക്രമക്കേടുകളാണ് കേസിന് ആധാരം. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം 475 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. കേവലം ഒരു മോഷണ കേസായി ഒതുങ്ങേണ്ടിയിരുന്ന വിഷയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു എന്നിവരുടെ അറസ്റ്റോടെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടി. ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ പുരോഗതിയും ഇടക്കാല റിപ്പോർട്ടുകളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഹൈക്കോടതിയുടെ കർശന നിലപാടാണ് കേസിൽ ഉന്നതർ അറസ്റ്റിലാകാൻ കാരണമായത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ CPM-ന്റെ ധാർമ്മിക നിലപാടുകളെ ചോദ്യം ചെയ്തു. പത്മകുമാർ അറസ്റ്റിലായിട്ടും CPM അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? നടപടിയെടുത്താൽ പത്മകുമാർ ഒറ്റയ്ക്കല്ല കുറ്റം ചെയ്തതെന്ന് വെളിപ്പെടുത്തുകയും ഇത് പാർട്ടി നേതൃത്വത്തിലേക്ക് നീളുകയും ചെയ്യുമെന്ന ഭയം CPM-നുണ്ടെന്നും രാഹുൽ ആരോപിക്കുന്നു. പത്മകുമാർ വായ തുറന്നാൽ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയുമെന്നും ഈ ദൈവവും ദൈവഗണങ്ങളും ആരാണെന്ന് പത്തനംതിട്ടക്കാർക്ക് നന്നായി അറിയാമെന്നും രാഹുൽ പരിഹസിച്ചു. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് രാഹുൽ പരോക്ഷമായി ലക്ഷ്യമിട്ടതെന്നും വ്യക്തമാണ്. വിജയൻ സേന മുഖ്യമന്ത്രിക്ക് അറസ്റ്റിന്റെ ക്രെഡിറ്റ് നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ SIT പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണെന്നും അതിനാൽ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ലെന്നും രാഹുൽ തിരിച്ചടിച്ചു. മുൻ മന്ത്രിമാരെ സഹായിച്ച അന്വേഷണ സംഘം പത്മകുമാറിനെ സഹായിക്കാത്തത് ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉള്ളതുകൊണ്ടാണ് എന്നതായിരുന്നു രാഹുലിന്റെ പ്രധാന വിമർശനം. അയ്യപ്പന്റെ പൊന്നു കട്ടവർക്ക് ജനം മാപ്പ് തരില്ല എന്ന ശക്തമായ മുന്നറിയിപ്പോടെ അദ്ദേഹം ഹിന്ദു വിശ്വാസികളുടെ വികാരം CPM-നെതിരെ തിരിച്ചുവിടാനും ശ്രമിച്ചു. ഈ വിമർശനങ്ങളിലൂടെ ക്ഷേത്രഭരണത്തിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിൽ CPM-ന് സംഭവിച്ച വീഴ്ചകളെയും അഴിമതികളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായി തുറന്നു കാട്ടാനും ശ്രമിച്ചു. ശബരിമല വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശക്തമായ രാഷ്ട്രീയ ആക്രമണത്തിന്റെ ചൂട് നിലനിൽക്കെയാണ് അദ്ദേഹത്തിനെതിരെ സ്വകാര്യ ഓഡിയോ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ വിവാദങ്ങൾ പുറത്തുവരുന്നത്. ഈ ആരോപണങ്ങൾ രാഹുലിന്റെ പൊതുജീവിതത്തിലെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു യുവതിയുമായി രാഹുൽ നടത്തിയ സംഭാഷണങ്ങളിലാണ് ആരോപണങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകളിൽ നീ ഗർഭിണിയാകണമെന്ന് രാഹുൽ യുവതിയോട് ആവശ്യപ്പെടുന്നതിന്റെ തെളിവുകളുണ്ട്. ആദ്യം ഗർഭധാരണത്തിന് നിർബന്ധിക്കുകയും പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് ഓഡിയോ സന്ദേശങ്ങളിലുള്ളത്. ഫോൺ സംഭാഷണത്തിൽ ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയല്ലേ? പിന്നെ എന്താണ് മാറുന്നത് എന്ന് യുവതി ചോദിക്കുന്നതും കേൾക്കാം. ഇത് രാഹുലിന്റെ നിലപാടിലെ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു. ഗർഭചിത്രത്തിനായി പിൽസ് എടുക്കാനുള്ള യുവതിയുടെ ആവശ്യം രാഹുൽ നിഷേധിക്കുന്നതും ചാറ്റുകളിൽ വ്യക്തമാണ്. ഈ വിവാദങ്ങൾ രാഹുലിന്റെ പൊതുജീവിതത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. CPM നേതാക്കളുടെ ഭരണപരമായ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന അതേ നേതാവ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ ധാർമ്മിക നിലവാരം പുലർത്തുന്നില്ല എന്ന ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മങ്ങലേൽപ്പിച്ചു. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇത് ആരോപണങ്ങളുടെ ഗൗരവം അംഗീകരിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൽ അണികൾക്ക് എതിർപ്പില്ലെന്ന നിലപാട് നേതൃത്വം സ്വീകരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കേസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വ്യക്തിപരമായ ആരോപണങ്ങളും ഒരേ സമയം ചർച്ചാ വിഷയമാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പുകൾ തുറന്നു കാട്ടപ്പെടുന്നു. ക്ഷേത്രഭരണം പോലെ വിശ്വാസപരമായി പ്രാധാന്യമുള്ള വിഷയത്തിൽ അഴിമതി ആരോപണത്തിൽ നേതാക്കൾ അറസ്റ്റിലായതിനു ശേഷം CPM നടപടി എടുക്കാതിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് ഭരണപരമായി ധാർമ്മികത നഷ്ടപ്പെട്ടു എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. അയ്യപ്പന്റെ സ്വർണം നഷ്ടപ്പെട്ട വിഷയം രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുമ്പോൾ ജനവികാരം എതിരാകാനുള്ള സാധ്യത CPM ഭയപ്പെടുന്നു. ഭരണകൂടത്തിലെ അഴിമതിക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തുന്ന ഒരു യുവ നേതാവ് വ്യക്തിബന്ധങ്ങളിൽ ദുർബലമായ ധാർമ്മിക നിലപാടുകൾ സ്വീകരിച്ചുവെന്ന ആരോപണം അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ തകർക്കുന്നു. ഇത് പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകൾക്ക് പൊതുസമൂഹത്തിൽ കിട്ടേണ്ട ഗൗരവം കുറയ്ക്കാൻ CPM-ന് അവസരം നൽകും. ഒരു പൊതുപ്രവർത്തകന്റെ ഭരണപരമായ ധാർമ്മികതയും വ്യക്തിപരമായ ധാർമ്മികതയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് വിശ്വാസത്തിന്റെ പേരിൽ നടന്ന കവർച്ചയെ ചോദ്യം ചെയ്യുമ്പോൾ മറുവശത്ത് വ്യക്തിബന്ധങ്ങളിലെ ചൂഷണ ശ്രമങ്ങൾ നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ രണ്ട് വിഷയങ്ങളുടെയും നിയമപരവും രാഷ്ട്രീയപരവുമായ ഭാവി നിർണായകമാണ്.
ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം ഉന്നത തലങ്ങളിലേക്ക് നീളാനും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ CPM നേതൃത്വത്തിന് കൂടുതൽ പ്രതിരോധത്തിലാകേണ്ടി വരും. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ യുവതി നിയമപരമായി നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ഗുരുതരമായി ബാധിക്കും. കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിൽ CPM-നുണ്ടാക്കിയ രാഷ്ട്രീയ പ്രകമ്പനം ചെറുതല്ല. അയ്യപ്പറ്റ പൊന്ന് കട്ടവർക്ക് ജനം മാപ്പ് നൽകില്ലെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവന ഹിന്ദു വിശ്വാസികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ശക്തനായ ഒരു രാഷ്ട്രീയ വിമർശകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ അദ്ദേഹത്തിനെതിരായ വ്യക്തിപരമായ വിവാദങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. ഭരണപരമായ അഴിമതിയും വ്യക്തിപരമായ ധാർമ്മികത ഇല്ലായ്മയും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പൊതു ധാർമ്മികതയെക്കുറിച്ചുള്ള പുനർവിചിന്തനത്തിന് വഴിയൊരുക്കും. നീതിയുടെ വിജയം മാത്രമാണ് ഈ രണ്ട് വിഷയങ്ങളിലും കേരളം പ്രതീക്ഷിക്കുന്നത്.